അധിക്ഷേപ പരാമർശവുമായി ഗതാഗത മന്ത്രി സി.പി. ജോൺ. പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നുവെന്ന സി.പി. ജോൺ. ബസ്സിന് കൊടുക്കാൻ പൈസയില്ലാത്ത സ്ത്രീ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നു. എന്നാൽ അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല, പകരം സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കും. കേരളത്തിലെ ജനതയുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നതാണെന്ന് മന്ത്രി പറഞ്ഞു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് വിവാദ പരാമർശം. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ സയൻസൊക്കെ പഠിക്കുകയും അതിനെക്കുറിച്ച് ആ ബിഹേവിയർ അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എനിക്ക് മനസ്സിലാവാത്തൊരു ബിഹേവിയർ എന്താന്ന് പറഞ്ഞാൽ, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ എവിടെ വിടുന്നത്? ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് അല്ലേ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ്. ഈ മൂന്ന് കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ മൂന്ന് കാര്യങ്ങളിൽ ഞാൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് പറയുകയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്. അതേസമയം തന്നെ പരാമർശങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് സി.പി. ജോൺ പറഞ്ഞു. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവായ ചിന്ത ജെറോം നമ്മളോടൊപ്പം ചേരുകയാണ്. ചിന്ത, എന്തായാലും വലിയ രീതിയിലൊരു പരാമർശം തന്നെയാണ് സി.പി. ജോണിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. വാക്കുകൾ കേട്ടു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു സർക്കാർ അധികാരത്തിലെത്തി കഴിഞ്ഞ ദിവസം വരെ പ്രിയദർശിനി പദ്ധതിയും അതിൽ സഞ്ചരിച്ചവരുടെ കണക്കുകളും വലിയ അഭിമാനത്തോടെ പറയുന്നത് നമ്മൾ കേട്ടു. എന്നാൽ ഇപ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. ആദ്യം തങ്ങൾ സൗജന്യം കൊടുക്കുന്നു, പിന്നീട് അത് പറഞ്ഞ് അഭിമാനിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയല്ലേ ഈ ഒരു മന്ത്രിയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതെ, അങ്ങേയറ്റ ലജ്ജാകരമായ ഒരു പരാമർശമാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് വലിയ പ്രതിഷേധം കേരളത്തിനകത്ത് ഉയർന്നു വരും. കാരണം കേരളത്തിലെ സ്ത്രീകൾ വളരെയധികം ആത്മാഭിമാന ബോധം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ച് തികച്ചും അപമാനകരമായിട്ടുള്ള ഒരു പരാമർശമാണ് ബഹുമാന്യായ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മാനസികമായ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അദ്ദേഹം ഒരു മന്ത്രിയായിരിക്കുന്നതിന് കാരണം അദ്ദേഹത്തെ ഒരു ജനപ്രതിനിധിയായി ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ട് ആ പദവിയിലേക്ക് എത്തിയതാണ്. അപ്പൊ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ജനങ്ങളെ ഇങ്ങനെ അപമാനിക്കുന്ന ഒരു പരാമർശം നടത്താൻ പാടുണ്ടോ? ഇത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു പരാമർശമാണ്. സർക്കാരിന്റെ ഒരു ക്ഷേമ പദ്ധതിയുടെ ഭാഗമാകുന്ന ജനങ്ങളെ ആകെ അപമാനിക്കുന്നു, അവർ ദരിദ്രരായി അഭിനയിക്കുന്നു എന്ന് പറയുന്നു. ഒരു തരത്തിലുമുള്ള സാമ്പത്തികമായ അളവുകോലുകൾ ഇല്ലാതെ ഞങ്ങൾ എല്ലാവർക്കും സൗജന്യമായ യാത്ര നൽകുമെന്ന് പറഞ്ഞ സർക്കാരിന്റെ മനോഭാവം എന്താണെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ്. ആദ്യം പറഞ്ഞു തീർത്ഥാടനത്തിന് വരെ പോകാവുന്ന. അപ്പൊ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ അടുത്തുള്ള അമ്പലമല്ലല്ലോ, ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നതിനാണല്ലോ തീർത്ഥാടനം എന്ന് പറയുന്നത്. പിന്നീട് അതെല്ലാം ഒഴിവാക്കി അങ്ങനെയൊന്നും അല്ല, അതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത് മാത്രമാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള വോട്ടൊക്കെ ഞങ്ങൾക്ക് കിട്ടി, പക്ഷെ ഞങ്ങൾ അതല്ല നടപ്പിലാക്കുന്നത്. ഞങ്ങൾ വളരെ പരിമിതമായ നിലയിൽ എല്ലാവർക്കും സൗജന്യമായി തൊട്ടടുത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന നിലയിലേക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പദ്ധതി വരികയാണ്. ആ പദ്ധതി സ്വാഭാവികമായി ഈ നാട്ടിലെ ജനങ്ങൾ എന്ന നിലയിൽ ജനങ്ങൾക്ക് സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അത് ജനങ്ങളുടെ പദ്ധതിയാണ്, ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതി, ഒരു ക്ഷേമ പദ്ധതി. ആ പദ്ധതി അനുഭവിക്കുന്ന ജനങ്ങളെ പിന്നെ കൊഞ്ഞണം കുത്തുക, ആക്ഷേപിക്കുക, അവരെ അപമാനിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഈ നാട്ടിലെ സ്ത്രീകൾ വളരെയധികം തൊഴിലിടത്തിലേക്ക് പോകുന്ന സ്ത്രീകളുണ്ട്, ആശുപത്രിയിലേക്ക് പോകുന്ന സ്ത്രീകളുണ്ട്,
എന്താവശ്യത്തിന് പോകുന്ന സ്ത്രീകൾക്കും സൗജന്യമായ യാത്ര എന്ന വാഗ്ദാനം നൽകുകയും ഇതിൽ പോകുന്നവരെ അപമാനിക്കുകയും ചെയ്യുന്നത് ശരിയായ സമീപനമല്ല. മന്ത്രി ഈ പ്രസ്താവന പിൻവലിച്ച് കേരളത്തിലെ സ്ത്രീകളോട് മാപ്പ് പറയണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, എന്തായാലും ചിന്താ ജെറോമാണ് നമ്മളോട് പ്രതികരിച്ചത്. വളരെയധികം അധിക്ഷേപപരമായ ഒരു പരാമർശം എന്ന തരത്തിലേക്കാണ് ഗതാഗത മന്ത്രി CP ജോണിന്റെ വാക്കുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. സൗജന്യമായി UDF കൊണ്ടുവന്ന പദ്ധതി, ആ പദ്ധതിയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ ഇത്തരത്തിൽ അപമാനിക്കാൻ പാടുണ്ടോ എന്നൊരു ചോദ്യങ്ങളാണ് നാനാഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. UDFനെ സംബന്ധിച്ച് വലിയൊരു കൊട്ടിയാഘോഷത്തോടെ കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രിയദർശിനി എന്ന് പറയുന്നത്. അതിൽ ആദ്യം തന്നെ പറഞ്ഞിരുന്നു സ്ത്രീകൾക്ക് എവിടെ വേണമെങ്കിലും സൗജന്യമായി യാത്ര ചെയ്യാം എന്നുള്ള കാര്യം. അതിനുശേഷം ഇപ്പോൾ സൗജന്യമായി തങ്ങൾ യാത്ര നൽകി, ഇനി തങ്ങളുടെ അപമാനമടക്കം നിങ്ങൾ കേൾക്കണം എന്ന തരത്തിലേക്കാണോ മന്ത്രിയുടെ പോക്ക് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങളടക്കം. എന്തായാലും ഈ ഒരു പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നുവെന്നും, എന്നാൽ ബസ്സിന് കൊടുക്കാൻ പൈസയില്ലാത്ത സ്ത്രീകൾ എന്തുകൊണ്ട് ഈ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ അടക്കം ചേർക്കുന്നു എന്ന തരത്തിലൊരു പരാമർശത്തിലേക്കായിരുന്നു ഗതാഗത മന്ത്രി കടന്നിരിക്കുന്നത്. ഒരു സർക്കാരിനെ ജയിപ്പിച്ച് അധികാരത്തിലേക്ക് കൊണ്ടുവന്നാൽ ആ സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നത് ഔദാര്യമല്ല, അത് ഓരോ ജനങ്ങളുടെയും അവകാശമാണ്. ആ അവകാശം നൽകിയതിനു ശേഷം ഇങ്ങനെ അപമാനിക്കാൻ സർക്കാർ അല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് നൽകി അധികാരത്തിലെത്തിച്ച നിങ്ങൾക്ക് എന്ത് അവകാശമാണ് എന്ന ചോദ്യം ജനങ്ങൾ തിരിച്ചു ചോദിക്കപ്പെടും എന്നുകൂടി മന്ത്രി ഓർക്കണമായിരുന്നു ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നതിന് മുമ്പേ. എന്തായാലും CP ജോണിന്റെ പരാമർശമടക്കം വിവാദത്തിലാകുമ്പോഴും താൻ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് മന്ത്രി ഇപ്പോഴും പറയുന്നത്. DYFI സംസ്ഥാന സെക്രട്ടറിയും മട്ടന്നൂർ MLA-യുമായ VK സനോജ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം ശ്രീ സനോജ. എന്തായാലും CP ജോണിന്റെ പരാമർശം കേട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ നോക്കി കാണണം ഇത്തരത്തിലൊരു വിവാദ പരാമർശത്തെ? CP ജോണിന്റെ പരാമർശം ഞാനിപ്പം കേൾക്കുകയുണ്ടായി. അങ്ങേയറ്റം അനുചിതമാണ്, പ്രതിഷേധാർഹമാണ്. CP ജോണിനെ പോലെയുള്ള ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് കേരളത്തിലെ സൗജന്യ യാത്ര നടത്തിയിട്ടുള്ള മുഴുവൻ സ്ത്രീകളെയും അവഹേളിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്നത് സർക്കാർ കുട്ടിഘോഷിച്ച് നടത്തിയിട്ടുള്ളൊരു വലിയ പദ്ധതി. ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ അങ്ങേയറ്റം അപമാനിക്കുന്നതിന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. മറ്റൊരു കാര്യം, സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകണം എന്നൊരു പരസ്യ ആഹ്വാനം ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി നടത്തുകയാണ്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? കേരളത്തിലെ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികൾ മെച്ചപ്പെടുത്തുകയും അതിലേക്ക് ആളുകളെ അങ്ങോട്ട് ആകർഷിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി നിങ്ങൾ എന്തിനാണ് സർക്കാർ ആശുപത്രിയിൽ പോകുന്നത്, നിങ്ങൾക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോയിക്കൂടെ എന്ന് ചോദിക്കുന്നത് എന്ത് വികസന കാഴ്ചപ്പാടാണ്? അപ്പൊ ഇതെല്ലാം അങ്ങേയറ്റം നിരുത്തരമായ പ്രതികരണമാണ്. ഈ പ്രതികരണം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മന്ത്രി തിരുത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ശരി, നന്ദി. VK സനോജാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത്. എന്തായാലും മന്ത്രി തന്റെ പ്രസ്താവന പിൻവലിച്ച് അത് തിരുത്തി പറയണമെന്നൊരു നിലപാടിലാണ് ഇപ്പോൾ പ്രതിപക്ഷം അടക്കം ഉള്ളത്. എന്തായാലും വിവാദപരമായ ഒരു പരാമർശത്തിലേക്കായിരുന്നു ഗതാഗത മന്ത്രി പോയത്. എന്തായാലും ഒരു പദ്ധതി സൗജന്യമായി നൽകി എന്ന പേരിൽ അത് ഉപയോഗിക്കുന്ന ആളുകളെ ഇത്തരത്തിൽ അപമാനിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന നിലയിൽ അത് ചേരാത്ത ഒരു അടയാളം തന്നെയാണ്. എന്തായാലും കൃത്യമായ വിശദീകരണം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും, ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഈ ഒരു പരാമർശം വിവാദമായതിന് പിന്നാലെ എന്നാൽ താൻ പറഞ്ഞ പരാമർശങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നൊരു നിലപാടിലേക്കാണ് മന്ത്രി പോകുന്നത്. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് മാത്രമാണ് താൻ സംസാരിച്ചത്. കേരളത്തിലുള്ളവർ ദാരിദ്ര്യം അനുഭവിക്കുന്നതായി അഭിനയിക്കുന്നു എന്നൊന്നും താൻ പറഞ്ഞിട്ടില്ല എന്നാണ് CP ജോൺ പറയുന്നത്. എന്നാൽ യഥാർത്ഥ പരാമർശം അനുസരിച്ച് ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുകയാണെങ്കിൽ അതിൽ തള്ളിക്കയറാൻ ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ എന്തുകൊണ്ട് അവരുടെ മക്കളെ തന്നെ ഇത്തരത്തിൽ
സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കാതെ വലിയ രീതിയിലുള്ള ഫീസ് അടക്കം നൽകി സ്വകാര്യ സ്കൂളുകളിലേക്ക് വിടുന്നു എന്നൊരു ചോദ്യം. കൂടാതെ തന്നെ ഈ ഒരു ആളുകൾ തന്നെ സർക്കാർ ആശുപത്രിയിൽ കടത്തിണ്ണയിൽ കിടക്കാൻ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയുടെ തിണ്ണയിൽ കിടക്കാൻ പോലും തയ്യാറായി ആശുപത്രിയിലേക്ക് കൂടി എത്തുന്നു എന്ന തരത്തിലുള്ള ഒരു പരാമർശത്തിലേക്കായിരുന്നു മന്ത്രി കടന്നത്. സർക്കാർ ആശുപത്രി ഒന്നും സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന ഔദാര്യമല്ല, അത് അവകാശം തന്നെയാണ്, അത് സർക്കാരിന്റെ കടമയാണ്. അതിനു വേണ്ടിയാണ് ഓരോ ജനപ്രതിനിധികളും അല്ലെങ്കിൽ ഓരോ ജനങ്ങളും അവരുടെ വിലയേറിയ വോട്ടുകൾ നൽകി ഇവരെ അധികാരത്തിലേക്ക് എത്തിക്കുന്നത്. ആ അധികാര സ്ഥാനത്ത് നിന്ന് പറയേണ്ട തരത്തിലുള്ള ഒരു വാക്കായിരുന്നില്ല മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി പറഞ്ഞ ഈ വാക്കുകൾ പിൻവലിച്ച് തിരുത്തണമെന്നൊരു നിലപാടിലേക്കാണ് പ്രതിപക്ഷം അടക്കമുള്ള ആളുകൾ കടക്കുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നു എന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് അവകാശപ്പെട്ട് അത് പിന്നീട് യാഥാർത്ഥ്യമാക്കി. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ വലിയ രീതിയിൽ പ്രിയദർശിനിയെ സ്ത്രീകൾ ഏറ്റെടുത്തു, അതിൽ തങ്ങൾ അഭിമാനിക്കുന്നു. അതിന്റെ കണക്കുകളടക്കം മന്ത്രി നിരത്തി പറഞ്ഞതാണ്. ഇത്രത്തോളം സ്ത്രീകളാണ് ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത്, ഇത്രത്തോളം സ്ത്രീകൾ പ്രിയദർശിനി യാത്രയിൽ പങ്കുചേരുന്നു എന്നത് അഭിമാനത്തോടെ പറഞ്ഞിരുന്ന മന്ത്രി, എന്നാൽ ഇന്ന് അത് സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലേക്ക് വാക്കുകൾ മാറ്റാൻ സാധിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള പോലുള്ള പരാമർശം ായിരുന്നു നടത്തിയത്. എന്തായാലും നാനാ കോണിൽ നിന്നും വിമർശനം ഉയരുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് ₹1 എന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി.